ഇതെല്ലാ ഏകാധിപതികൾക്കും അനിവാര്യമായിട്ടുള്ളൊരു പതനമുണ്ട്. ആ പതനമാണ് ആസന്നമായിരിക്കുന്നത്. അയ്യോ, ഞങ്ങൾ കൊക്കയിൽ വീണ് അയ്യോ. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പ്രതിഷേധത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത്, ഈ പ്രതിഷേധം ഇത് എന്നായാലും പുറത്തു വരേണ്ടതാണ്. ഇതിങ്ങനെ ഈ ആളിക്കത്തുന്ന ഉള്ളിലിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഒരു നിമിഷത്തിൽ അത് ആളിക്കത്തും പുറത്തേക്ക് വരുമെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അത് ഏത് മൊമെന്റ് എന്നുള്ളത്, ആ ട്രിഗറിങ് മൊമെന്റ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്കിടയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയതിന് പുറകിൽ, അത് ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമാക്കിയതിന് പുറകിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് വലിയ പങ്കാളിത്തമുണ്ട്, പങ്കുണ്ട് എന്നത്തെ ഒരു സംശയവും വേണ്ട. ഇപ്പൊ പ്രധാനമന്ത്രി നാട്ടിൽ എല്ലാവരെയും ഉപദേശിക്കുകയാണ്. എന്താണ്? ജീവിത ചെലവ് ചുരുക്കാൻ, സ്വർണം വാങ്ങാതിരിക്കാൻ, വിദേശയാത്രകൾ ചുരുക്കാൻ. അദ്ദേഹം ചെയ്യുന്ന എന്താ? അദ്ദേഹം ഏതിന്റെ മാതൃക കാണിക്കുന്നുണ്ടോ? അദ്ദേഹം ഇറ്റാലിയിൽ പോയിട്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നതും ഒരു നിലവാരമില്ലാത്ത രീതിയിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി മുന്നോട്ട്. ബിജെപിക്കെതിരായി നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആരൊക്കെ രംഗത്ത് വരുന്നു അവരെ മുഴുവൻ ദേശദ്രോഹികളെന്ന് മുദ്രകുത്തുക, രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തുക, അവരെ ആക്ഷേപിക്കുക. ഇപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. കാരണം ഇതൊരു ഡിജിറ്റൽ വിപ്ലവമായി മാറിക്കഴിഞ്ഞു. ഒരു ഡിജിറ്റൽ വിപ്ലവമായി മാറിക്കഴിഞ്ഞു. എല്ലാ വിപ്ലവങ്ങളും എങ്ങനെയാ തുടങ്ങുന്നത്? ഇതിന്റെ പര്യവസാനം എന്ന് പറയുന്നത് ഈ ഏകാധിപതിയുടെ തീർച്ചയായിട്ടുമുള്ള അനിവാര്യമായിട്ടുള്ള പതനമാണ്. അത് ഈ രാജ്യത്ത് സംഭവിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല തലക്കോളം കിറക്കഴിഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു. അങ്ങനെയെങ്കിൽ അവിടെ ഒരു പരാജയം രാഹുൽ ഗാന്ധിക്കും അദ്ദേഹം നയിക്കുന്ന പാർട്ടിക്കും ഏറ്റെടുക്കേണ്ടി വരും. ഒരു പരാജയത്തിന്റെ ഉത്തരവാദിത്വം. കാരണം ആ കുട്ടികൾക്ക് നിങ്ങളെയും വിശ്വാസമില്ല. എന്തുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല എന്നതുകൂടി അതിനോട് ചേർത്ത് പറയൂ. അതല്ല ഉദ്ദേശം. ഈ കോക്രോച്ച് ജനതാ പാർട്ടി ആദ്യം രൂപപ്പെട്ട സമയത്ത് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ വന്നിട്ടുള്ള പോസ്റ്റ് ഒരു പാറ്റയെ ഒരു ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി അമർത്തുന്നതായിരുന്നു. അതിന്റെ ടാഗ് ലൈൻ ഇങ്ങനെയായിരുന്നു: ദേ ഫൂൾഡ് യു ഇൻ 2011, ഡോണ്ട് ലെറ്റ് ദം ഫൂൾ യു അഗെയിൻ. അവർ 2011 നിങ്ങളെ പറ്റിച്ചു, ഇനി അതേപോലെ വീണ്ടും നിങ്ങളെ പറ്റിക്കാൻ അവരെ അനുവദിക്കരുത്. അവർ ഉദ്ദേശിച്ചത് അന്നാ ഹസാരെ മൂവ്മെന്റിനെയാണ്. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അണ്ണാ ഹസാരെ മൂവ്മെന്റ് എന്ന് പറയുന്ന ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷന്റെ ഭാഗമായിട്ട് ഉയർന്നു വരികയും അത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഭരണത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്തത് എങ്ങനെയാണോ, അതേപോലെ ഇവിടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് അത് ആം ആദ്മി പാർട്ടിയുടെ തന്നെ മറ്റൊരു രൂപമാണ്. ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ സ്പേസിനെ ഒറ്റയ്ക്ക് കൈയടക്കാനുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു തന്ത്രമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആദ്യത്തെ ദിവസം അങ്ങനെ പ്രതികരിച്ചത്. കൗതുക ലേശം കൂടുതലാണ്. ഈ അഭിജിത്ത് ദീപ്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2019 ഈ പറയുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിട്ടുള്ള സമയത്ത് ആന്റി ഇന്ത്യ പ്രൊപ്പഗൻഡ നടത്തിയതിൻ്റെ പേരിൽ, ഹുറിയത്ത് മോഡൽ പ്രോ പാകിസ്ഥാൻ പ്രൊപ്പഗൻഡ നടത്തിയതിൻ്റെ പേരിൽ പൂനെയിലുള്ള ലീഗൽ റിസർച്ച് ഒബ്സർവർ എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയും ആ കേസ് ഇപ്പോഴും പൂനെ പോലീസിന്റെ പരിഗണനയിലുണ്ട്. മോള് വിധവയാവുന്ന തോന്നുന്നു.